Hello friends, welcome to Expert Excel. എൻ്റെ പേര് ബഷീർ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മൈക്രോസോഫ്റ്റ് എക്സലിൽ ഫ്രീക്വൻസി ഫോർമുല എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നതാണ്. ഏതെങ്കിലും ഒരു കോളത്തിൽ ഒരു പർട്ടിക്കുലർ വാല്യൂ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ആവുന്നു എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഫ്രീക്വൻസി ഫോർമുല ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ ആയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ക്ലാസ് റൂമിലുള്ള സ്റ്റുഡൻസിൻ്റെ പേരുകളും അതുപോലെ അവരുടെ മാർക്സും അതുപോലെ ഗ്രേഡുമാണ്. ഇതിൽ 4 ഗ്രേഡുകളായിട്ട് തിരിച്ചിരിക്കുകയാണ്. 90 to 100 മാർക്സ് കിട്ടിയ സ്റ്റുഡൻസിന് എ ഗ്രേഡും 70 to 89 മാർക്സ് കിട്ടിയ സ്റ്റുഡൻസിന് ബി ഗ്രേഡും 60 to 69 മാർക്സ് കിട്ടിയ സ്റ്റുഡൻസിന് സി ഗ്രേഡും അതുപോലെ 50 to 59 മാർക്സ് കിട്ടിയ സ്റ്റുഡൻസിന് ഡി ഗ്രേഡുമാണ്. ഇനി നമുക്ക് ഇതിൽ ഓരോ ഗ്രേഡിലും എത്ര സ്റ്റുഡൻസ് ഉണ്ട് എന്നുള്ളതാണ് കണ്ടുപിടിക്കാനുള്ളത്. അതിനായി നമ്മൾ ഫ്രീക്വൻസി ഫോർമുല ഉപയോഗിക്കുന്നു. അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഇന്റർവെൽസ് സെറ്റ് ചെയ്യണം. അതിനായി ഇവിടെ 4 ഇന്റർവെൽസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. 100, 89, 69, 59 ഇന്റർവെൽസ് നമ്മൾ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. ഈ റേഞ്ച് കൊടുത്തിരിക്കുന്നതിൽ ഹയസ്റ്റ് വാല്യൂ ആണ് ഇന്റർവെൽസിനായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. സപ്പോസ് 90 to 100 ആണെങ്കിൽ അതിൽ 100 ആണ് ഇന്റർവെൽസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. 70 to 89-ൽ 89-ഉം 60 to 69-ൽ 69-ഉം അതുപോലെ 50 to 59-ൽ 59-ഉമാണ് ഇന്റർവെൽസ് ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഫ്രീക്വൻസി ഫോർമുല ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യും. 50 to 59 മാർക്സ് കിട്ടിയ എത്ര സ്റ്റുഡൻസ് ഉണ്ട്, 60 to 69 മാർക്സ് കിട്ടിയ സ്റ്റുഡൻസ് എത്ര ഉണ്ട്, അതുപോലെ 70 to 89 ആൻഡ് 90 to 100 മാർക്സ് കിട്ടിയ സ്റ്റുഡൻസ് എത്രയുണ്ടെന്ന് ഫ്രീക്വൻസി ഫോർമുല ഓട്ടോമാറ്റിക്കായി കാൽക്കുലേറ്റ് ചെയ്യും. ഇനി നമുക്ക് ഇവിടെ ഫ്രീക്വൻസി ഫോർമുല അപ്ലൈ ചെയ്ത് നോക്കാം. ഈക്വൽ ടു ഫ്രീക്വൻസി ഡബിൾ ക്ലിക്ക്. ഇനി ആദ്യത്തെ ആർഗ്യുമെന്റ് ആണ് ഡേറ്റ അറേ. അതിനായി സ്റ്റുഡൻസിന്റെ മാർക്സിന്റെ ഡാറ്റ മുഴുവനായും സെലക്ട് ചെയ്യണം. അതിനുശേഷം കോമ. ഇനി അടുത്തത് ബിൻസ് അറേ ആണ്. ബിൻസ് അറേ നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് ഇന്റർവെൽസ് ആണ്. അപ്പോൾ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇന്റർവെൽസ് ആണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം ബ്രാക്കറ്റ് ക്ലോസ്, എൻ്റർ. അപ്പോൾ നമുക്ക് ഇവിടെ റിസൾട്ട് കിട്ടി. ഇനി ഇത് ഡ്രാഗ് ചെയ്ത് മറ്റു കോളത്തിലേക്ക് കൂടി ആ ഫോർമുല കോപ്പി ചെയ്യാം. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം ഇത് ശരിയാണോ എന്ന്. ഇതിൽ എ ഗ്രേഡ് കിട്ടിയിട്ടുള്ള സ്റ്റുഡൻസ് എത്ര പേരുണ്ടെന്ന് നോക്കാം. 1, 2. ആദ്യത്തെ ഗ്രേഡ് കറക്റ്റ് ആണ്. രണ്ടാമത്തെ ഗ്രേഡിന്റെ 6 ആണ് ഇതിൽ കാണിക്കുന്നത്. നമുക്ക് നോക്കാം 6 ഉണ്ടോ എന്ന്. 1, 2, 3, 4, 5, 6 അതും കറക്റ്റ് ആണ്. ഇനി സി ഗ്രേഡ് ആണ്. അതിൽ 1, 2, 3, 4 അതും കറക്റ്റ് ആണ്. ഇനി ഡി ഗ്രേഡ് നോക്കാം. ഡി 1, 2, 3, 4 ആണ്. പക്ഷെ നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ 3 ആണ്. അപ്പോൾ ഈ ആൻസർ കറക്റ്റ് അല്ല എന്ന് മനസ്സിലായി. ഫ്രീക്വൻസി എന്നാൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫോർമുല മാത്രമാണ്. മൈക്രോസോഫ്റ്റ് എക്സലിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫോർമുലാസ് മാത്തമാറ്റിക്കൽ പ്രോസസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടണമെങ്കിൽ ഇതിനെ നമുക്ക് കർലി ബ്രാക്കറ്റിലാക്കി കൊണ്ടുവരണം. കർലി ബ്രാക്കറ്റ് ടൈപ്പ് ചെയ്ത് ഫോർമുല ഉണ്ടാക്കിയാൽ അതിന് കറക്റ്റായിട്ട് ആൻസർ കിട്ടില്ല. അതിനായിട്ട് ഫോർമുലയുള്ള എല്ലാ സെൽസും സെലക്ട് ചെയ്തതിന് ശേഷം F2 പ്രസ് ചെയ്യണം. അതിനുശേഷം കൺട്രോൾ ഷിഫ്റ്റ് എൻ്റർ പ്രസ് ചെയ്യണം. അപ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടി. ഡി ഗ്രേഡിൽ ആദ്യം 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ 4 പേരായി. ആൻസർ അത് കറക്റ്റ് ആയി. അപ്പോൾ ഫോർമുല ബാറിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും ഇവിടെ കർലി ബ്രാക്കറ്റ് വന്നിട്ടുണ്ട്. കൺട്രോൾ ഷിഫ്റ്റ് എൻ്റർ പ്രസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇതിന്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ. അഥവാ നമ്മൾ കർലി ബ്രാക്കറ്റ് ടൈപ്പ് ചെയ്താൽ ഇതിന്റെ റിസൾട്ട് കിട്ടുകയില്ല. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫോർമുല ആയതുകൊണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു സെല്ലിൽ പോയി നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ നോക്കിയാൽ ഡിലീറ്റ് ആകില്ല. സപ്പോസ് നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡിലീറ്റ് പ്രസ് ചെയ്താൽ അത് എറർ കാണിക്കുന്നതാണ്. യു കനോട്ട് ചേഞ്ച് പാർട്ട് ഓഫ് ആൻ അറേ. സപ്പോസ് നമ്മൾക്ക് ഇത് മുഴുവനായിട്ടും ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാൻ കഴിയും. ഇങ്ങനെയാണ് ഫ്രീക്വൻസി ഫോർമുല വർക്ക് ചെയ്യുന്നത്. എല്ലാവർക്കും ഫ്രീക്വൻസി ഫോർമുലയെ കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.